അമ്മാമ്മ കാര്യമായിട്ട് പറഞ്ഞതാണോ അതോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? ഞാൻ ആരാന്ന് തനിക്കറിയില്ല. ഞാൻ പല ഗുണ്ടകളെയും പലയിടത്തും വെച്ച് ഒതുക്കിയിട്ടുണ്ട്. ഞാനൊന്ന് കാക്കാപ്പിട്ടെന്ന് തോന്നുന്നു. സ്മെല്ലുണ്ട്. നല്ലൊരു കൈയടി. അല്ല, ഞാൻ വിചാരിച്ച് ബിനു അങ്ങ് പോവുകയാണെന്ന്. അപ്പൊ ബിനു ഇത് മോശമായ എനിക്ക് ആ വഴി അങ്ങ് പോകാം എന്ന് കരുതിയിട്ടായിരുന്നു. അപ്പൊ അടുത്ത ഏതായിരുന്നു സുഭാഷ്? അടുത്തത് തമിഴിലെ ഏറ്റവും ശക്തനായ വില്ലൻ പ്രകാശ് രാജ്. പ്രകാശ് രാജ് പാണ്ടിപ്പട എന്ന ഒറ്റ ചിത്രം കൊണ്ട് മലയാളിലും സ്ഥിരപ്രതിഷ്ഠ നേടിയ ശ്രീ പ്രകാശ് രാജ്. I love you. அழமாட்டமா அழமாட்டேன். அழுதா துக்கம் வெளியில போயிடும். துக்கம் வெளியில போச்சுன்னா கோபம் கலைஞ்சு போயிடும். ஏன் கோபம் கலையக்கூடாது? உள்ளுக்குள்ள தீட்டி வச்சிருக்க. அவனை பிடிச்சிக்க கையில வச்சு மாமன செல்லா ஐ லவ் யூ. താങ്ക് യു. അടുത്തത് തമിഴിലെ 2 കൊമേഡിയന്മാരാണ്, കൗണ്ടമണിയും സെന്തിലും. അതെ അതെ, ഓക്കെ. ശ്രീ കൗണ്ടർമണിയും സെന്തിലും ഒരേ വേദിയിൽ. ஓஹோ ஆபீசர், இது யார் உங்க சன்னுக்கள? பேர் என்ன சொன்னீங்க? என்னதே அரவிந்த் சாமியா? அடுப்புல வந்த சாமின்னு வையுங்க, அதுதான் கரெக்டான பேர். ஐயோ, குட் மார்னிங் ஆபீசர். அண்ணி என்னன்னு சொல்றீங்க? இங்க முத்தலக்கு பரம்பிச்சா நாங்க மீன் தடி போடுதில்லே. மீனெல்லாம் தானே வந்து வாங்க. முத்தலக்கு ஆரம்பி என்ன வரட்டுமாண்ணே. താങ്ക് യു. അടുത്തത് പ്രഭു. പ്രഭു, അതെ അതെ. മലയാളത്തില് ലാലേട്ടനാണെങ്കിൽ തമിഴിലെ ലാലേട്ടൻ ശ്രീ പ്രഭു. பிரியமுள்ளோரே நமஸ்காரம். நான் உங்க பிரபு பேசுறேன். என்னோட நீண்ட நாள் ஆசை மலையாள படத்தில் நடிக்கணும். அந்த ஆசை காலாபாணி படம் மூலமா நிறைவேறிடுச்சு. இதுக்கு டைரக்டர் பிரியதர்ஷன், அன்பு சகோதரன் மோகன்லால், திரு குட்னை மோகன் இவர்களுக்கு நன்றி சொல்ல நான் கடமைப்பட்டிருக்கேன். இந்த படத்துக்கு இசைஞானி இளையராஜா, எம்ஜி ശ്രീകുമാർ, ചിത്ര ഇവர்கள் പാടിയ പാട്ട് ഒന്ന് കേൾപ്പുമേ. എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. അടിക്കണമെന്ന മുന്നടി വന്ന് അടിക്കണോ, അത് നമ്മൾക്ക് അഴക് എന്ന മാതിരി വരട്ടുമാ. അടിപൊളി. ഇനി ഏതായിരുന്നു? അതുപോലെ തന്നെ ബിനു സത്യൻ മാഷിനെ നന്നായിട്ട് അവതരിപ്പിക്കുമല്ലോ. അദ്ദേഹത്തിന്റെ ശബ്ദം കൂടെ നമുക്ക് അവർ കേൾപ്പിക്കാം. അദ്ദേഹത്തിന്റെ ശബ്ദം. സരോജം, ഈയിടെയായി എൻ്റെ തലയ്ക്ക് നല്ല സുഖമില്ലടി. ഞാൻ നാളെ അമേരിക്കാവൊക്കെ പോവുക ചൂണ്ടയിടാൻ. തിരിച്ചു വരുമ്പോൾ നിനക്ക് ഞാൻ വലിയൊരു മീൻ കൊണ്ടുവരും, നത്തോലി. അമ്മേ, ഷക്കീല പിഴച്ചോളാണോ അമ്മേ? കണ്ടോ, നമ്മുടെ ആളുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ തമിഴിലെ മറ്റൊരു, നമ്മൾ മലയാളത്തിൽ അദ്ദേഹം ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, വിനു ചക്രവർത്തി. കൗണ്ടർ വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. മേലെ പറമ്പിൽ ആൺബിയുടെ നേതൃത്വത്തിലൊക്കെ കൗണ്ടർ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ശ്രീ വിനു ചക്രവർത്തി. பெரிய நாச்சு முத்து பரம்பரில் வந்த வீரமுத்து கவுண்டமா, ஒரு கிராமத்துக்கே சொந்தக்காரன். என் வாழ்க்கையில நான் 2 தப்பு தான் பண்ணிட்டேன். ஒண்ணு, இந்த தெருநாய் பேச்ச கேட்டது. இன்னொன்னு, முன்ன பொண்ணு தெரியாது இவனுக்கு என் பொண்ணை கட்டி கொடுத்தது. மகராசிய வாழ்க்கை அனுப்பினேன். என் பொண்ணை வேலைக்காரியா கிட்ட பாவிகளா. അതോടൊപ്പം തന്നെ ഇവിടെ ലാലേട്ടന്റെ ഫാൻസ് ഒന്ന് കൈയടിക്കാവോ? ലാലേട്ടന്റെ, മമ്മൂക്കയുടെ ഫാൻസ് ഒന്ന് കൈയടിക്കാവോ? സന്തോഷം. ഇത് രണ്ടും ഞങ്ങൾ എടുക്കുന്നില്ല. മലയാളത്തിന്റെ നിത്യഹരിതനായകൻ ശ്രീ, ഞാൻ ലാലേട്ടന്റെ ശബ്ദം എടുക്കാൻ കൈയടിക്കോ? ബിനു പറയും. നിങ്ങളെ കണ്ട സന്തോഷം കണ്ട് എടുക്കണം. എടുക്കട്ടെ? ലാലേട്ടന്റെ ശബ്ദം, ഒരു തമ്പുരുവിന്റെ ശബ്ദം ഇടാവോ? ലാലേട്ടന്റെ ശബ്ദം നിങ്ങളെ ഒക്കെ കണ്ട സന്തോഷത്തിൽ ഞാനിന്ന് എടുക്കാൻ ശ്രമിക്കാം. നന്നായാലും കൊള്ളില്ലെങ്കിലും ഒന്നും കൈയടിക്കണം കേട്ടോ. ലാലേട്ടനാണേ. അടിപൊളി. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. ഒരു വെള്ളാരം കല്ലുകൾ ഒരുങ്ങുന്ന ഒരു വേനൽ പകലിൽ ഗോളിയറിലെത്തിച്ച്. ഗോളിയർ, നിയാറ്റാൻസിന്റെ ഗോളിയർ, ഗോരാനഗറിന്റെ ഗോളിയർ,
സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ. ഒടുവിൽ ഗുരുവിൻ്റെ കബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. സബരോങ്കി സിന്ദഗി ജോ കഭി നഹി കദം ഹോ ജാതി ഹേ. കൈയടിക്കൂ. ഓക്കെ, വിനു തകർത്തു. അപ്പോൾ നമുക്ക് മലയാളത്തിലെ എക്കാലത്തെയും നിത്യഹരിത നായകനായിരുന്ന ശ്രീ പ്രേം നസീർ, അദ്ദേഹത്തിൻ്റെ ഒരു ഗാന ചിത്രീകരണം നമുക്കൊന്ന് കാണാം. അതെ, തീർച്ചയായും. ഓക്കെ, അടിപൊളി. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ്, നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ, വെള്ളിമണി കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി, നീ വരുമ്പോൾ കള്ളിയവൾ കളി പറഞ്ഞു, കാമുകന്റെ കഥ പറഞ്ഞു. നീലാഞ്ജനപ്പുഴയിൽ നീരാടി നിന്ന നേരം, നീ നൽകും കുളിരലയിൽ പൂവേനി പൂത്ത നേരം, നീലാഞ്ജനപ്പുഴയിൽ നീരാടി. നല്ലൊരു കൈയടി. ഈ ഞങ്ങൾ ഈ സ്റ്റാറൊക്കെ എടുക്കണ കണ്ടപ്പോൾ നമ്മുടെ ആങ്കറും നമ്മുടെ അയ്യപ്പസ്വാമിയുടെ ഫിഗർ, അതായത് സൂര്യ ടി വിയിലെ അയ്യപ്പസ്വാമിയുടെ സീരിയലിൽ അയ്യപ്പസ്വാമി ആയിരുന്ന ശ്രീ ശ്രീജിത്തിന് ഒരാഗ്രഹം, ഒന്ന് രണ്ട് നടന്മാരെ നിങ്ങളുടെ അടുത്ത് എടുക്കണമെന്ന്. അപ്പോൾ ശ്രീജിത്തിന് നല്ലൊരു കൈയടിയോടെ നമുക്ക് ഏത് താരത്തെയാണ് എടുക്കാൻ പോകുന്നത്? ജനാർദ്ദനൻ. ഓക്കെ, നല്ലൊരു കൈയടി കൊടുക്കണം കേട്ടോ. നമ്മുടെ നല്ലൊരു കലാകാരൻ, ഒരു പ്രോത്സാഹനം. ഞാൻ അത്ര വലിയ ആർട്ടിസ്റ്റ് ഒന്നുമല്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കണം. ഓ, തീ പൊട്ടപ്പലല്ലടാ തക്കപ്പൽ, ആ തള്ളി ഒടിക്കടാ മറ്റേ പട്ടേ കാലൂടെ, ഓ എട്ട പട്ടേ കാലും തള്ളി ഒടിച്ച്. ആ ഇപ്പൊ ആൾക്കാർ കൈയും കാലും തല്ലി ഒടിച്ചേനെ. നന്നായിരുന്നു. അപ്പോ ഇനി പ്രതിഭാ സംഗമത്തിൽ അവസാനമായി എത്തുന്നത് ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം ശ്രീ സനൽ ജയസൂര്യയുടെ രൂപവും ഭാവവുമായി സുഭാഷ് കൊല്ലം. Cricket is the secret of my energy. Anke pucha tamil banna paad pore. Single singer mandita sulmaile. Single singer simba single singer. Thank you very much. പ്രതിഭാ സംഗമത്തിന് നിങ്ങൾ നൽകിയ എല്ലാ സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം തുടരുന്നു. നന്ദി, നമസ്കാരം.